ഡീൽ ആരോപണത്തിൽ സിപിഎമ്മുമായി ചർച്ചയാകാമെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി ജോൺ ബ്രിട്ടാസിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. നേതൃത്വവുമായി സംസാരിച്ച ശേഷം നിലപാട് അറിയിക്കാമെന്ന് ജോൺ ബ്രിട്ടാസ് മറുപടി നൽകി. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, ഇങ്ങനെയൊരു സഖ്യം അത് പേരിന് മാത്രം പോരാ എന്നുള്ള കാര്യവും ദേശീയാടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ നയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. നേരിട്ട് നേതൃത്വം തന്നെ അതിൽ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട് എന്താണ്? അതിൽ കേൾക്കാമോ? കേൾക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കുള്ള വിമർശനം ഉയർന്നിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിൽ ജോൺ ബ്രിട്ടാസ് ആണ് എം എ ബേബിക്ക് പകരമായി യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. യോഗത്തിൽ തന്നെ കൃത്യമായ നിലപാട് അറിയിച്ചു. ഇ ഡി വിഷയത്തിലും മറ്റും എടുത്ത നിലപാട് ശരിയായില്ല. CPM BJP ഡീൽ ആരോപണം ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് ശരിയായിരുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. CPM നേരത്തെ ഇക്കാര്യത്തിൽ ജനറൽ സെക്രട്ടറി എം എ ബേബി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് കത്തും നൽകിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് യോഗം കഴിഞ്ഞപ്പോഴേക്ക് ജോൺ ബ്രിട്ടാസ് MPയെ രാഹുൽ ഗാന്ധി കാണുകയും ചർച്ച ചെയ്യാം, വൈകുന്നേരം ചർച്ചയായാലോ എന്ന് ചോദിക്കുകയും ചെയ്തത്. എന്നാൽ തൽക്കാലം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട, നേതൃത്വവുമായി സംസാരിച്ച ശേഷം നിലപാട് അറിയിക്കാമെന്ന് ജോൺ ബ്രിട്ടാസ് മറുപടി നൽകി എന്നുള്ളതാണ്. ഇക്കാര്യം ജോൺ ബ്രിട്ടാസ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഈ വിമർശനങ്ങളൊക്കെ വന്നപ്പോഴും വിമർശനങ്ങളെല്ലാം താൻ അംഗീകരിക്കുന്നു എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. യോഗത്തിന് ശേഷമാണ് CPMുമായി ഉഭയകക്ഷി ചർച്ചയാകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ജോൺ ബ്രിട്ടാസ് MPയോട് വൈകുന്നേരം ചർച്ച ചെയ്യാം എന്ന നിലയിൽ സംസാരിക്കുകയും ചെയ്തത്. തൽക്കാലം ഇപ്പോൾ നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഇനി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് CPM പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിർണായകമായ നീക്കങ്ങൾ ഈ തർക്കത്തിൽ, കത്തിലൊക്കെ അവസാനം രാഹുൽ ഗാന്ധി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി എല്ലാ വിമർശനവും അംഗീകരിക്കുന്നു എന്ന യോഗത്തിനുള്ളിലെ പ്രതികരണത്തിന് ശേഷം ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാധു, ശരി, ഡീൽ ആരോപണത്തിൽ ചർച്ചയാകാമെന്ന് രാഹുൽ ഗാന്ധി ജോൺ ബ്രിട്ടാസിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. തൽക്കാലം ചർച്ചയ്ക്കില്ലെന്നും നേതൃത്വവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയതിനു ശേഷം ചർച്ചയാകാമെന്നും നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് വിവരം. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.